ചെറുപയർ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് ചെറുപയർ എടുത്ത് അത് നേർക്ക് വെള്ളം ഒഴിച്ച് വെക്കണം. 2 ഗ്ലാസ് ചെറുപയർ ഞാൻ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് നേർക്ക് വെച്ചിട്ട് ഇന്ന് രാവിലെ എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വൈകിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം. അങ്ങനെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അത് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടത് വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തതാണ്. ഇനിയും ചെറുപയർ മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വന്ന ഒത്തിരി അരയരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് അരഞ്ഞിട്ട് പിന്നെ 2 സവാളയും പച്ചമുളകും 5 പച്ചമുളകും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചതാണ്. അപ്പോൾ ചെറുപയർ അരച്ചതും ഉപ്പും കൂടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊണ്ട് വന്നതാണിത്. എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞത് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണമേ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടെ ഇടണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ചെറുപയർ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ, അതെല്ലാവർക്കും എല്ലാ അസുഖക്കാർക്കും നല്ലതാണ് ചെറുപയർ. ചെറുപയർ കഴിച്ചാൽ കൂടുതൽ വണ്ണവും വെക്കത്തില്ല. ചെറുപയർ പുഴുങ്ങിയൊക്കെ കഴിച്ചാലും നല്ലതാണ്. അങ്ങനെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം അധികം ഒഴിക്കുകയോ ചെയ്യല്ലേ. ആ വെള്ളമയമുണ്ട്, ആ ചെറുപയർ ഊറ്റി കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമയമുണ്ട്, അതിൽ തന്നെ വെച്ചാൽ നമുക്ക് അരയ്ക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചിയും സവാളയും പച്ചമുളകും ഒന്നും അരച്ചില്ല, അത് ഞാൻ അരിഞ്ഞിടുകയാണ് അതിനകത്ത് ചെയ്തത്. പിന്നെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് ആ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം. നന്നായിട്ട് ചൂടായ ചീനിച്ചട്ടിയെ വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ഇനിയും ചൂടായി വരണം. വെളിച്ചെണ്ണ ചൂടായി. ഇനി നമുക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന മിക്സ് അതിനകത്ത് ഇടണമല്ലോ. അതിനായിട്ട് അതിനെ ഉരുട്ടി ചെറുതായിട്ട് പരത്തി എടുക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായി. ഒന്നുകൂടെ അതൊന്ന് ഇളക്കണം. ഉപ്പും എല്ലാം ഒന്ന് യോജിച്ചിട്ട് നന്നായിട്ട് ഉപ്പും മുളകും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കണം. എന്നിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണേ. ഉരുട്ടിയിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തണം. അതിനുശേഷം നമ്മൾ ആ തിളച്ച വെണ്ണയിലോട്ട് ഇതിടുക. പൊട്ടിപ്പോകത്തൊന്നുമില്ല, നല്ലതായിട്ട് വരികയും ചെയ്യും. അങ്ങനെ പരത്തി നമ്മൾ ഇടാവുന്നിടത്തോളം ആ എണ്ണയ്ക്കകത്ത് ഇടണം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട്. വെളിച്ചെണ്ണയാണ് നല്ലത്, നമുക്ക് എന്തോ ഉണ്ടാക്കാനും വെളിച്ചെണ്ണയാണല്ലോ നല്ലത്. കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കാണല്ലോ കിട്ടുന്നത്. അതിന് നമ്മൾ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടാവുന്നിടത്തോളം ഇടണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് പയറുവട ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർ ഒത്തിരി പേര് കാണുമല്ലോ, അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.
എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ. പിന്നെ അതിനി മൂക്കട്ടെ, ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇനി മൂത്ത് വരണേ. ചെറുപയർ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, എല്ലാ അസുഖക്കാർക്കും അത് നല്ലതാണ് കഴിക്കാൻ. വൈകിട്ട് ചെറുപയർ പുഴുങ്ങി ഇച്ചിരി ശകലം പിന്നെ തേങ്ങ തിരുമ്മിയതും കൂടി ഇട്ട് ഇളക്കി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കിയേ കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒത്തിരി വണ്ണമൊന്നും വെക്കത്തില്ലല്ലോ. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ അത് തിരിച്ചിടണം. ഒത്തിരി കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഒത്തിരി കരിഞ്ഞും പോകരുത്, എന്നാൽ ആവശ്യത്തിന് മൂക്കുകയും ചെയ്യണമേ. പൊട്ടിയൊന്നും പോകത്തില്ല, നന്നായിട്ട് വരും. പലരും കഴിച്ചിട്ടില്ലായിരിക്കുമല്ലോ ചെറുപയർ വട. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്തേക്കണേ. അങ്ങനെ ചെറുപയർ വട റെഡിയായേ. നമ്മൾ കോരിയെടുക്കുക, അത് പാത്രത്തിലോട്ട് കോരിയെടുക്കണം. ചൂടോടെ കഴിക്കണം, ചൂടോടെ കഴിച്ചാൽ നല്ല കരികരാന്നിരിക്കും. എണ്ണയൊന്നും ഒത്തിരി ആകത്തുമില്ല. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചെറുപയർ വട റെഡിയായി. സൂപ്പർ ചെറുപയർ വട. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.